ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖുമേനി നടത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമാനവാഹിനി കപ്പലുകൾ ഒന്നയച്ചു, രണ്ടയച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഭീഷണികൾക്കെല്ലാം ചുരുങ്ങിയ വാക്കുകൊണ്ട് ഒരു ശക്തമായ മറുപടിയാണ് ഖാംനഈ ഇന്നലെ നടത്തിയിരിക്കുന്നത്. 1978 ഇറാൻ വിപ്ലവത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകളോട് തിബ്രീസിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് എന്ന്. എന്തായാലും അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട അബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന വിമാനവാഹിനി കപ്പൽ അറബിക്കടലിലുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മറ്റൊരു വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ആർ ഫോർഡ് ഇപ്പോൾ ഇറാന്റെ പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഭീഷണികൾക്കെല്ലാം ചെറിയൊരു മറുപടി കൊണ്ട് എല്ലാം ഒതുക്കിയിരിക്കുകയാണ് ഖാംനഈ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോർ ഡേഞ്ചറസ് ദാൻ എ US വാർഷിപ്പ്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെക്കാൾ ഭീകരമായത് എന്താണ്? ഈസ് ദി വെപ്പൺ കേപ്പബിൾ ഓഫ് സിങ്കിങ് ഇറ്റ്. അതിനെയെല്ലാം മുക്കിക്കളയാൻ പറ്റുന്ന ഒരു ആയുധമുണ്ടെങ്കിൽ ഈ വിമാനവാഹിനി കപ്പലുകളെക്കാൾ ദുരന്തം അതാണല്ലോ. അപ്പോൾ ലോകത്തെ ഡേഞ്ചറസ് അമേരിക്കയുടെ ജെറാൾഡ് ആർ ഫോർഡോ അല്ലെങ്കിൽ അബ്രഹാം ലിങ്കനോ അല്ല, ഇതിനെ മുക്കിക്കളയാൻ പറ്റിയ മിസൈൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ട് ഈ ഭീഷണി മനസ്സിലാക്കുന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന് നല്ലത്, ഡൊണാൾഡ് ട്രംപിന് നല്ലത്. ഭീഷണികളും താക്കീതുകളും നൽകിയൊന്നും ഇറാനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അമേരിക്കയുടെ കയ്യിൽ ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒതുക്കാൻ ഇറാന്റെ മിസൈലുകൾക്ക് സാധിക്കുമെന്ന ചെറിയൊരു പ്രസ്താവനയാണ് ഖാംനഈ നൽകിയിരിക്കുന്നത്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം അത് സൂചിപ്പിക്കുന്നത് നേരത്തെ ഈ കാണിച്ച ഈ ഒരു ചിത്രത്തിലേക്കാണ്. എന്തായാലും ഇറാന്റെ പരമോന്നത നേതാവ് എവിടെയും ഒളിച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോഴും അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്ത് നിലനിൽപ്പുണ്ട്, ഇറാനിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. യാതൊരു ഭീതിയും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് അമേരിക്കയുടെ പ്രസിഡന്റ് 2 ദിവസം മുമ്പ് പറഞ്ഞത്. ഞാനായിരുന്നു ഇറാനിലെ പരമോന്നത നേതാവ് എങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല, മാത്രമല്ല ഒരിടത്ത് തന്നെ കൂടുതൽ സമയം ഉറങ്ങാൻ എനിക്ക് കഴിയില്ല എന്നാണ്. കാരണം അത്രയും ഭീഷണി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് അതിന് സാധിക്കുക എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. പക്ഷേ ഖാംനഈയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു ഭയമോ ഇല്ല എന്ന് തന്നെ വേണം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാന്റെ മുന്നിൽ അമേരിക്കയുടെ ഒരു ഭീഷണിയും വിലപ്പോകില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണ്.